വയനാടുമായിട്ട് ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത ഗുജറാത്തിന് കൊടുത്തു, ആന്ധ്രയ്ക്ക് കൊടുത്തു, ബീഹാറിന് കൊടുത്തു, മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ 4ഉം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ആന്ധ്ര BJP അല്ല ഭരിക്കുന്നത്, പക്ഷേ BJPയെ പിന്തുണയ്ക്കുന്ന ചന്ദ്രബാബു നായിഡു ആണ് ഭരിക്കുന്നത്. ബീഹാർ BJPയെ പിന്താങ്ങുന്ന നിതീഷ് കുമാറാണ്. 4 സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹായം കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട മേപ്പാടിക്ക് കേരളത്തിന് ചില്ലിക്കാശിന്റെ സഹായമില്ല. ഇതാണ് വ്യത്യാസം. ഈ വിവേചനത്തെയാണ് കേരളം എതിർക്കുന്നത്. 2018 പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ നമ്മൾ രക്ഷിക്കാൻ വ്യോമസേന വന്നു, പട്ടാളം വന്നു. പക്ഷേ വന്നവർ തിരിച്ചു പോയതിന്റെ പിന്നാലെ ബില്ലും വന്നു. നമ്മൾ കേന്ദ്രത്തോട് പറഞ്ഞു, കേരളത്തിന് കൂടുതൽ സഹായമായി അരി നൽകണം. പ്രളയത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യർക്ക് അരി കൊടുക്കാൻ. അരി തന്നു. വെള്ളം ഇറങ്ങിയപ്പോ അരിയുടെ ബില്ലും വന്നു. കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അന്നും തയ്യാറായില്ല എന്നതോ പോകട്ടെ, സഹായിക്കാൻ മുന്നോട്ട് വന്നവരെ എല്ലാം മുടക്കി. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 700 കോടിയുടെ സഹായം നമുക്ക് വാഗ്ദാനം ചെയ്തു. കാരണം ലക്ഷക്കണക്കിന് മലയാളികൾ ചേർന്ന് കെട്ടിപ്പടുത്ത രാജ്യമാണ് UAE. അവരതിന്റെ കടപ്പാട് നമ്മളോട് കാണിക്കാൻ 700 കോടിയുടെ സഹായം വാഗ്ദാനം ചെയ്തു. ഈ മോദിയുടെ ഗവൺമെന്റ് ഈ 700 കോടിയുടെ സഹായം വിലക്കി, വാങ്ങാൻ പാടില്ല എന്ന് കേരളത്തോട് പറഞ്ഞു. എന്തൊരു പകയോടുകൂടിയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, എന്തൊരു ശത്രുതയോട് കൂടിയിട്ടാണ് അവർ കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.